പ്രിയമുള്ളവരെ, ഇന്ന് രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒരു 7 വർഷം മുന്നെയെങ്കിലും ഇതേപോലെ ഇന്ന് ഭരിക്കുന്ന ഭീകരവാദികൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ 7 വർഷം മുമ്പേ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോക്രോച്ച് ജനതാ പാർട്ടിയും കോൺഗ്രസും മറ്റിതര ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധത്തെ രാജ്യത്തിൻ്റെ പൗരന്മാരെന്നുള്ള യാതൊരു ചിന്തയുമില്ലാതെ മറ്റിതര രാജ്യത്തുള്ളവർ നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്ന രീതിയിലുള്ള ഡൽഹി പോലീസിൻ്റെ പെരുമാറ്റം, അത് ഡൽഹി പോലീസുകാരൻ മാത്രമാണെന്ന് അറിയില്ല, ചിലപ്പം RSS ഭീകരവാദികളായിരിക്കാം. ഇപ്പം ഈ സംഭവിക്കുന്ന സംഭവ വികാസം 7 വർഷം മുന്നേ ആയിരുന്നെങ്കിലെന്ന് ഞാൻ പറഞ്ഞത്, ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മൊത്തം കൊള്ളയടിച്ചു, നോട്ടുകൾ നിരോധിച്ചു. നിങ്ങൾക്കറിയാം, റഫാൽ ഇടപാടിൽ തന്നെ കോടാനുകോടികൾ രൂപയാണ് അടിച്ചു മാറ്റിയത്. ഇപ്പോൾ ഇന്ത്യയുടെ യുവാക്കൾക്ക് അല്ലെങ്കിൽ സാമാന്യ ജനാധിപത്യ വിശ്വാസികൾക്ക് എല്ലാം മനസ്സിലായി, ഈ രാജ്യത്തെ മുസ്ലിം തീവ്രവാദവും ശിവലിംഗവും അമ്പലവും പള്ളിയും പാകിസ്ഥാനും ഇത്രയും പേര് പശുവും ഇങ്ങനെയുള്ള ചില സിമ്പലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് രാജ്യത്തിൻ്റെ സമ്പത്തുകൾ കൊള്ളയടിച്ചു ഇവർ വേറുള്ള രാജ്യത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. ഈ അടുത്ത കാലഘട്ടത്തിൽ E20 എന്ന് പറയുന്ന ഒരു ഇന്ധനം 40 ലക്ഷം രൂപ വിലയുള്ള ഒരു വണ്ടിക്കകത്ത് അടിച്ച് 3 ദിവസമോ 4 ദിവസമോ അടിച്ചപ്പോഴത്തേ ആ വണ്ടിയുടെ എൻജിൻ ചീത്തയായി. അപ്പോഴത്തേക്ക് കോടതി നിന്ന് വിധി വന്ന് എന്താ പറയുക, വണ്ടി നിർമ്മിച്ച കമ്പനി വണ്ടി മാറിക്കൊടുക്കണമെന്ന്. എന്ന് വെച്ചാൽ ആർക്കും മനസ്സിലാകാത്തൊരു ഭാഷയാണ് കോടതി പോലും ഉപയോഗിക്കുന്നത്. E20 എന്ന് പറയുന്നത് ഇന്ധനം വണ്ടിയിൽ എൻജിനകത്ത് ഉപയോഗിച്ചത് കൊണ്ടാണ് ആ വണ്ടി ചീത്തയാണ്. അപ്പോൾ ആ പെട്രോൾ E20 എന്ന് പറഞ്ഞ ആരാണോ അതിൻ്റെ ഉടമസ്ഥൻ, അയാൾക്കെതിരെ അല്ലേ കോടതി നടപടിയെടുക്കേണ്ടത്. ഇന്ന് രാഹുൽ ഗാന്ധിയെയും ശ്രീ ബഹുമാന്യ വിഷ്ണുനാഥ്, ഡീൻ കുര്യാക്കോസ്, ഇങ്ങനെ പല പല MP-മാരെയും പ്രതിപക്ഷ നേതാക്കളെയൊക്കെ യാതൊരു പ്രകോപനവുമില്ല വലിച്ചഴിക്കുക എന്ന് പറയുന്നത്, ഈ രാജ്യത്തിൻ്റെ സമ്പത്തുകൾ മൊത്തം കൊള്ളയടിച്ചത് ജനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു. അതിനെതിരായി ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസികളാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ആ പ്രതിഷേധിക്കുന്നതിന് ഭരണകൂടം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം? അവരെന്തിനു വേണ്ടി പ്രതിഷേധിക്കുന്നു? നാട്ടിൽ നീറ്റ്, JEE, മറ്റു തരം UPSC, റെയിൽവേ, ഇങ്ങനെ പല പല എക്സാമുകളും അട്ടിമറിക്കപ്പെട്ടു. യാതൊരു വിദ്യാഭ്യാസമില്ലാത്തവർ ഇതിൻ്റെയൊക്കെ തലപ്പത്ത് വന്ന് കയറുന്ന ഒരു പ്രതിഷേധാർഹവും യാതൊരു വിധ ന്യായവുമില്ലാത്ത പ്രവർത്തികൾ ഈ സർക്കാർ ചെയ്യുമ്പോൾ ജനങ്ങളെല്ലാം എപ്പോഴും കറുത്ത ബാഡ്ജും ധരിച്ച് മുഖവും മൂടിക്കെട്ടി ഇരിക്കണം എന്നാണോ രാജ്യത്തിൽ ജനങ്ങൾ കരുതുന്നത്? ഇവര് കോടതികളെ മൊത്തം അട്ടിമറിച്ചു. ഇന്ന് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരും ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരും EDയും CBIയും എന്ന് വേണ്ട സർവ സ്ഥാപനങ്ങളെയും അവരുടെ വലയിലാക്കിയിട്ട് ഇലക്ഷൻ കമ്മീഷനെ വരെ അവരുദ്ദേശിക്കുന്ന രീതിയിലോട്ട് മുന്നോട്ട് നയിപ്പിക്കാൻ ഈ ഭരണകൂടം ജനാധിപത്യത്തെ തച്ചുടയ്ക്കുമ്പോൾ നമ്മൾ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. നമ്മൾ 2ാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കേരളത്തിലുള്ള ജനാധിപത്യ വിശ്വാസികളും അടുത്ത തമിഴ്നാട്ടിലെ വിശ്വാസികളും ആന്ധ്രയിലുള്ളവരും ഗോവയിലുള്ളവരും എല്ലാം ഇറങ്ങി ഒന്നിച്ച് ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ട സമയങ്ങൾ അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിലുള്ളവർ കൊല്ലത്തും ഓരോ ജില്ലയിലുള്ളവർ ആ ജില്ലാ ആസ്ഥാനങ്ങളിലും നല്ല രീതിയിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധം അറിയിക്കണം. ജനാധിപത്യ വിശ്വാസികളുടെ സഹകരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും നമ്മുടെ
ഈ ചെറിയ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ജയ് ഹിന്ദ്.